ഷോർട്സിന് മ്യൂസിക് ഇല്ലല്ലോ, അതുകൊണ്ട് എന്തെങ്കിലും പറയാമെന്ന് കരുതി. അപ്പോൾ ഒരിക്കൽ പോയതാണ് ഈ ലില്ലിപ്പൂക്കളെ കാണാൻ. ഒരിക്കൽ കൂടി പോകാനൊരാഗ്രഹം തോന്നി. ഇവിടെ അടുത്താണ്, ഒരു കൊച്ചു രാജ്യമായതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും പോകാം സമയമുണ്ടെങ്കിൽ. അങ്ങനെ പോയതാണ്. ഈ ലില്ലിപ്പൂക്കൾ ഇറ്റലിയിലാണ് അധികമായിട്ടുള്ളതെന്നാണ് അവിടെ എഴുതി വച്ചിരുന്നത്. ഇറ്റലിയിൽ നിന്നും ഇറക്കുമതി ചെയ്തതാകാം. ഓരോ സീസണിലും ഓരോ പൂക്കൾ മാറി മാറി വരും. കുറച്ച് കഴിയുമ്പോൾ റോസാപ്പൂക്കളായിരിക്കും. കണ്ട ഇളം മഞ്ഞ കളറിലെ മനോഹരമായ ലില്ലിപ്പൂക്കൾ. അത് കഴിഞ്ഞിട്ട് പിങ്കും വെള്ളയും കലർന്ന പൂക്കൾ എല്ലാം ഒന്നുകൂടി ഓടിച്ച് എടുത്തു. ഷോർട്സ് ഇടാനായിട്ടാണ് എടുത്തത്. അപ്പോൾ 3 മിനിറ്റുള്ളത് കൊണ്ട് എല്ലാം കൂടി ഒരുമിച്ചിരുന്ന അടുക്ക്, പിങ്കിൻ്റെ തന്നെ അടുക്ക് ലില്ലി. ഇത് തനി വെള്ള, വളരെ നല്ല ഭംഗിയുള്ള വെള്ള, ഒരു പ്രത്യേകതരം. ഇതൊക്കെ ഒരുപാടുണ്ട്. ഇതൊരു വളരെ ഒരു ബെഡ് പോലെ. ഇത് മഞ്ഞയും ചുവപ്പും കലർന്നത്. അതൊക്കെ വളരെ ഭംഗിയായിട്ട് അവിടെ നിൽപ്പുണ്ട്. ഇനി 5 ദിവസം കൂടി അവിടെ കാണും. അപ്പോൾ പല രാജ്യങ്ങളിൽ നിന്നും ഇവിടെ ആളുകൾ കാണാൻ വരുന്നുണ്ട്. ടൂറിസ്റ്റുകളുടെയൊക്കെ ഒരു മെയിൻ അട്രാക്ഷനാണ്. അപ്പം ടൂറിസ്റ്റ് ഗൈഡുകളൊക്കെ ഇവിടെ കൊണ്ടുവന്ന് കാണിക്കും. അപ്പം പൂക്കൾ ചെടി പ്രേമികളൊക്കെ ആണെങ്കിൽ അവർക്കതൊരു സ്വർഗരാജ്യം പോലെ തന്നെ തോന്നും. ഇവിടെ നിൽക്കുമ്പോൾ വളരെ നല്ല സുഗന്ധവുമാണ്. ലില്ലിപ്പൂക്കളുടെ സുഗന്ധങ്ങളൊക്കെ വന്ന് നമ്മളെ അങ്ങ് പൊതിയും. അപ്പം വിഷമങ്ങളും മറ്റുമൊക്കെ ഓടി ഒളിക്കും. നമ്മളൊരു പ്രത്യേക അനുഭൂതി, ഒരു സ്വർഗലോകമാണോ എന്ന് തന്നെ തോന്നും. അത്രയ്ക്കും പരിമളം പരത്തുന്ന പൂക്കളാണ് ഇതൊക്കെ. ഒരു പ്രത്യേക നിറങ്ങളിലും ഒക്കെയുള്ള ലില്ലിപ്പൂക്കൾ. അപ്പോൾ അവർ ഇറ്റലിയിലെ തന്നെ ചില കെട്ടിടങ്ങളുടെയൊക്കെ മാതൃകകൾ അവിടെ ഇതിനിടയിൽ കെട്ടിവെച്ചിട്ടുണ്ട്. കാര്യം ഇറ്റലി എന്ന് തോന്നാൻ വേണ്ടിയായിരിക്കണം. അതും വളരെ നല്ലതായിരുന്നു. അതും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ പൂക്കളാണ് കൂടുതലായിട്ടൊരു വളരെ സമയം വളരെ സ്ഥലമെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് പോകാറായപ്പോൾ പോകുന്ന വഴിക്ക് ഒന്നുകൂടി ഓടിച്ചെടുത്തതാണ്. അത് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് നിർത്താൻ തോന്നി. ഇത് അതിൻ്റെ ലില്ലിപ്പൂക്കളുടെ ഇടയിൽ നിന്നൊരു പൂക്കളാണ്. അതിന് നല്ലൊരു കളർ തോന്നി. അപ്പോൾ അതും കൂടി എടുത്തു. അങ്ങനെ എൻ്റെ ലില്ലിപ്പൂ തോട്ടം കണ്ട്